കാണുന്നില്ലേ? ആ ആ ഉം. ആ ആ ഓക്കെ. ആ സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചാറ്റ് ബോക്സിൽ നോക്കിയിട്ട് രസം ഇട്ടേക്കോ. നമ്മൾ എടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. ചാറ്റ് ബോക്സിൽ നോക്കിയിട്ട് രസം ഇട്ടേക്കണേ. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. അപ്പൊ ഇനി എടുക്കേണ്ടത്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി എടുക്കേണ്ടത്, നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സയന്റിസ്റ്റുമാരെ കുറിച്ച് ഒന്ന് പഠിക്കണം അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റുമാരെ കുറിച്ച് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എടുത്തിട്ടില്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റുമാരെ കുറിച്ച് എടുക്കാമല്ലോ അല്ലെ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. മോഡിലുണ്ടേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റുമാരെ കുറിച്ച് നമുക്കൊന്ന് കവർ ചെയ്യാം. ബോർഡിലേക്ക് കൃത്യമായി ചെക്ക് ചെയ്യണേ. ഓക്കെ, എല്ലാം നോക്കൂ. നമുക്ക് നോക്കാം. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കവർ ചെയ്തിരുന്നു. ഇനി എടുക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എടുത്തല്ലോ. CSIR കുറിച്ചൊക്കെ എടുത്തായിരുന്നല്ലോ. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ കവർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് എടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ അക്കാഡമി ഓഫ് ബയോളജിക്കൽ സയൻസ് അല്ലേ? നാഷണൽ അക്കാഡമി ഫോർ ബയോളജിക്കൽ സയൻസ് ഡൽഹിയാണ് ലാസ്റ്റ് ഒന്ന് നടത്തിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അവിടെ നമ്മൾ CSIR എന്ന ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നല്ലോ. ചാറ്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് എസ് കിട്ടി. CSIR എന്നൊരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു കാണണം. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് ആദ്യം പഠിക്കണം. CV രാമൻ. ബോർഡിലേക്ക് നോക്കി. അപ്പൊ ആദ്യം പഠിക്കേണ്ട സയന്റിസ്റ്റ് ആണ് CV രാമൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയന്റിസ്റ്റുമാരിൽ ആദ്യം പഠിക്കണം CV രാമൻ. ബോർഡിലേക്ക് നോക്കിയറിയും. ആരാ CV രാമൻ? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ എന്നറിയപ്പെടുന്ന CV രാമനാണ്. സാധാരണ സാധാരണ സി വി രാമനുമായി ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു നോബൽ സമ്മാനം കിട്ടിയ വർഷമാണ്. സയൻസ് ആൻഡ് ടെക്കിൽ സാധാരണ എപ്പോഴും ചോദിക്കുന്നു. അപ്പൊ നോക്കണേ, CV രാമൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി, നമുക്ക് CV രാമൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി കൊണ്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം 1930. നോക്കൂ, CV രാമൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം നോക്കൂ, 1930 ഇവിടെ കൊടുത്തിട്ടുണ്ട്. CV രാമൻ നോബൽ സമ്മാനം കിട്ടിയ വർഷം കൂടിയുണ്ട്. 1913 അല്ലെങ്കിൽ 1930 CV രാമൻ നോബൽ സമ്മാനം. മറന്നുപോലെ CV രാമൻ നോബൽ സമ്മാനം കിട്ടിയ വർഷം 1930 അല്ലെങ്കിൽ 1930 ശരിക്കും CV രാമൻ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. നോക്കണം, 1913 അല്ലെങ്കിൽ 1930 CV രാമൻ നോബൽ സമ്മാനം കിട്ടുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് CV രാമൻ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്? നമുക്കറിയാം 1928. മറന്നുപോലെ, ബോർഡ് കാണുന്നുണ്ടോ? എഴുന്ന് കാണുന്നുണ്ടോ? 1928 ഫെബ്രുവരി 28 നോട്ട് ചെയ്യണേ. 1928 ഫെബ്രുവരി 28 വളരെ ഫേമസ് ആയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്താ എന്റെ പേര്? 1928 ഫെബ്രുവരി 28 ഏറ്റവും ഫേമസ് ആയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ കോൺട്രിബ്യൂഷന്റെ പേരെന്താണ്? നോക്കൂ, സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണം അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ സ്കാറ്ററിംഗ് എന്നും മലയാളത്തിൽ വിസരണം എന്നും വിളിക്കാം. മറന്നുപോലെ, ഇംഗ്ലീഷിൽ സ്കാറ്ററിംഗ് എന്നും മലയാളത്തിൽ വിസരണം എന്നും വിളിക്കാവേ. ഇംഗ്ലീഷിൽ സ്കാറ്ററിംഗ് എന്നും മലയാളത്തിൽ വിസരണം എന്നും അറിയപ്പെടുന്ന അല്ലെങ്കിൽ മറ്റൊരു പേര് രാമൻ എഫക്റ്റ്.
എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ സ്കാറ്ററിംഗ് എന്നും മലയാളത്തിൽ വിസരണം എന്നും അതല്ലെങ്കിൽ രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്ട് എന്നൊരു കണ്ടുപിടുത്തമുണ്ട്. അപ്പോൾ 1930 സി വി രാമൻ നോബൽ സമ്മാനം കിട്ടുകയുണ്ടായി. 1928 ഫെബ്രുവരി 28-ാം തീയതി സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസരണം അല്ലെങ്കിൽ രാമൻ എഫക്ട് എന്ന് പറയുന്ന പ്രതിഭാസങ്ങളെ അദ്ദേഹം കണ്ടെത്തി. അതായിരുന്നു സത്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചത് 1930 സി വി രാമൻ നോബൽ സമ്മാനം കിട്ടി. എന്നാൽ മറ്റൊരു പോയിന്റ് പറഞ്ഞുതരാം. മറ്റൊരു പോയിന്റ് പറയുന്നുണ്ട്, ശരിക്കും ഈ വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് 4 ഉദാഹരണങ്ങൾ പരിശോധിക്കണേ. 4 ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഒന്ന് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം സ്കാറ്ററിംഗ് ആണ്. 2 കടലിന്റെ നീല നിറത്തിന് കാരണം സ്കാറ്ററിംഗ് ആണ്. 3 സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉണ്ടാകുന്ന ചുമന്ന നിറം. സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും ഉണ്ടാകുന്ന ചുമന്ന നിറം ശരിക്കും സ്കാറ്ററിംഗിന് കാരണമാണ്. അപ്പം ശരിക്കും സ്കാറ്ററിംഗിന് കാരണമായിട്ടുള്ള 4 എക്സാമ്പിള്: ഒന്ന് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം സ്കാറ്ററിംഗ്, 2 കടലിന്റെ നീല നിറത്തിന് കാരണം സ്കാറ്ററിംഗ്, 3 സൂര്യൻ ഉദിക്കുമ്പോൾ കാണപ്പെടുന്ന ചുമന്ന നിറം സ്കാറ്ററിംഗ്, 4 സൂര്യൻ അസ്തമിക്കുമ്പോൾ കാണപ്പെടുന്ന ചുമന്ന നിറം സ്കാറ്ററിംഗ്. ശരിക്കും 4 എക്സാമ്പിൾസ് നോക്കൂ. 1930 സി വി രാമൻ നോബൽ സമ്മാനം കിട്ടി. അതെന്തിനു വേണ്ടിയാ? സ്കാറ്ററിംഗ് അല്ലെങ്കിൽ വിസർണം അല്ലെങ്കിൽ രാമൻ എഫക്ട് കണ്ടുപിടിച്ചു. 1920 ഫെബ്രുവരി 28. മാത്രമല്ല ഈ എല്ലാ വർഷവും ഫെബ്രുവരി 28 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? എല്ലാ വർഷവും ഫെബ്രുവരി 28-ാം തീയതിനെ ദേശീയ ശാസ്ത്ര ദിനം, അല്ലെ, നാഷണൽ സയൻസ് ഡേ. അപ്പോൾ എല്ലാ വർഷവും ഫെബ്രുവരി 28-നെ ദേശീയ ശാസ്ത്രം അല്ലെങ്കിൽ നാഷണൽ സയൻസ് ഡേ ആയിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം സി വി രാമന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ അഡീഷണൽ ഒറ്റ പോയിന്റ് കൂടെ പറയാനുണ്ട്. നോക്ക്, കടലിന്റെ നീല നിറത്തിന് സ്കാറ്ററിംഗ് ആണെന്ന് സി വി രാമൻ തെളിയിച്ചു. ആകാശമല്ല, നമ്മുടെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഉണ്ടാകുന്ന ചുമന്ന നിറം സ്കാറ്ററിംഗ് ആണെന്ന് സി വി രാമൻ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ വൺ ഓഫ് ദി കൺസെപ്റ്റ്, അതായത് ഈ ആകാശത്തിന്റെ കേസ് മാത്രം സി വി രാമൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആകാശത്തിന്റെ കാരണം സ്കാറ്ററിംഗ് ആണെന്ന് മാത്രം സി വി രാമൻ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് അദ്ദേഹം എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശരിക്കും 4 എക്സാമ്പിൾ സ്കാറ്ററിംഗിന് ഉണ്ടായിരുന്നെങ്കിലും 3 എക്സാമ്പിൾ മാത്രമേ സി വി രാമനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ആകാശത്തിന്റെ കേസ് സി വി രാമനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തത് ആരാ? ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം സ്കാറ്ററിംഗ് ആണെന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത ആരാ? ലോർഡ് റാലെയാണ്, അല്ലെ? ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം സ്കാറ്ററിംഗ് ആണെന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താ? ലോർഡ് റാലെയാണ്. കിട്ടുപോകല്ലേ? ലോർഡ് റാലെയാണ്. റാലെ സ്കാറ്ററിംഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ലോർഡ് റാലെ. അപ്പോൾ ആകാശത്തിന് നീലനിറത്തിന് കാരണം സ്കാറ്ററിംഗ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താ? അത് ലോർഡ് റാലെയാണ്. റാലെ സ്കാറ്ററിംഗ് എന്ന് പലപ്പോഴും വിളിക്കാറുണ്ട്. അപ്പൊ അത്രയും പോയിന്റ് ഓക്കെയാണ്. ഇനി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ബോർഡ് കാണുന്നുണ്ടല്ലോ, രാമൻ പ്രഭാവ കണ്ടുപിടുത്തത്തിൽ ശരിക്കും സി വി രാമനെ സഹായിച്ച പേഴ്സണാലിറ്റിന്റെ പേരെന്താ? KS കൃഷ്ണൻ. മറന്നുപോലെ രാമൻ പ്രഭാവ കണ്ടുപിടുത്തത്തിൽ സി വി രാമനെ സഹായിച്ച ഒരു സയന്റിസ്റ്റിന്റെ പേര് പരിചയപ്പെട്ടേ? KS കൃഷ്ണൻ. ക്ലിയർ? അപ്പോൾ രാമൻ എഫക്ട് എന്ന പ്രതിഭാസങ്ങൾ ചെയ്യാൻ സി വി രാമനെ സഹായിച്ച പേഴ്സണാലിറ്റിന്റെ പേരെന്താ? KS കൃഷ്ണനാണ്. എങ്കിൽ വീണ്ടും മുന്നോട്ട് പോകുന്നു. നോക്കൂ, ഫൗണ്ടർ ഓഫ് ദി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ശരിക്കും രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ട് ചെയ്തപ്പോൾ എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. അപ്പോൾ രാമനുമായി ബന്ധപ്പെട്ട് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1948 1948 ഒരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൗണ്ട് ചെയ്തു. ലൊക്കേഷൻ ബാംഗ്ലൂരാണ്. വിട്ടുപോകല്ലേ? നോക്ക്, 1948 ഒരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് ലൊക്കേറ്റഡ് അറ്റ് ബാംഗ്ലൂർ. 1948 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണ് ബാംഗ്ലൂർ. അതുപോലെ തന്നെ സി വി രാമനെ സംബന്ധിച്ച് മറ്റൊരു പോയിന്റ് ഉണ്ട്. ശാസ്ത്ര വിഷയത്തിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യ ഏഷ്യക്കാരനാണ്. നോക്കൂ, ഫസ്റ്റ് ഏഷ്യൻ സയന്റിസ്റ്റ് ടു ബി അവാർഡ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഓർ സയൻസ്. ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ്. ശരിയല്ലേ? ഫസ്റ്റ് ഏഷ്യൻ സയന്റിസ്റ്റ് ടു ബി അവാർഡ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഓർ സയൻസ്. ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യ ഏഷ്യക്കാരന് ശരിക്കും സി വി രാമനാണ്. ഈ ബോർഡ് ശരിക്കും കാണുന്നുണ്ടോ? എനിക്കിവിടെ അക്ഷരങ്ങൾ ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് അക്ഷരങ്ങൾ ചെറുതായിട്ടാണോ ഫീൽ ചെയ്യുന്നത്? അക്ഷരങ്ങൾ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? ബോർഡ് വ്യക്തമായി കാണുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ബോർഡ് വ്യക്തമായി കാണുന്നുണ്ടല്ലോ. ഫോണ്ട് ചെറുതാണ്. ഒരു സെക്കൻഡ്, ഫോണ്ട് ഒന്ന് വലുതാക്കണമെങ്കിൽ ഫോണ്ട് ഒന്ന് വലുതാക്കാം. ക്ലിയർ ആണെങ്കിൽ കുഴപ്പമില്ല. ഫോണ്ട് വലുതാക്കേണ്ട ആവശ്യകത ഉണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ശരി, ഓക്കെ. നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറ്റും. ശരി. അപ്പൊ എന്നാ സൂം ചെയ്ത് കണ്ടോളൂ. ഞാൻ ആ നോട്ട് അയക്കുമ്പോൾ അത് വലുതാക്കി അയക്കാവേ. ഓക്കെ, ശരി. അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഏഷ്യൻ സയന്റിസ്റ്റ് ടു ബി അവാർഡ്
നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഓർ സയൻസ്, ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിൽ നൊബൽ സമ്മാനം കിട്ടിയ ആദ്യ ഏഷ്യക്കാരനാണ്. പറഞ്ഞതുപോലെ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിൽ നൊബൽ സമ്മാനം കിട്ടിയ ആദ്യ ഏഷ്യക്കാരനാണ് ശരിക്കും ആരാ? സി വി രാമൻ. പറഞ്ഞതുപോലെ അപ്പോൾ ഫസ്റ്റ് ഏഷ്യൻ സയൻസിസ്റ്റ് ടു ബി അവാർഡ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഓർ സയൻസ്, ഫിസിക്സ് അല്ലെങ്കിൽ സയൻസിൽ നൊബൽ സമ്മാനം കിട്ടിയ ആദ്യ ഏഷ്യക്കാരൻ. മാത്രമല്ല മറ്റൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് നൊബൽ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സിൽ അല്ലെങ്കിൽ നൊബൽ പ്രൈസ് 930 കിട്ടി, ഭാരതരത്ന 954 കിട്ടി. ശരിക്കും നോബൽ സമ്മാനം കിട്ടിയിട്ട് ഭാരതരത്നം കിട്ടുന്ന ആദ്യ പേഴ്സണാണ്. നോബൽ സമ്മാനം ലഭിച്ചതിന് ശേഷം ഭാരതരത്നം കിട്ടിയ ആദ്യ പേഴ്സണാലിറ്റിയാണ് ആര്? സി വി രാമൻ. നോബൽ സമ്മാനം ലഭിച്ചിട്ട് ഭാരതരത്നം ലഭിച്ച ആദ്യ പേഴ്സണാലിറ്റിയാണ് ആര്? സി വി രാമൻ. അതുപോലെ തന്നെ നോബൽ സമ്മാനം കിട്ടിയ വർഷം 930, ഭാരതരത്നം കിട്ടിയ വർഷം എപ്പോഴാ? 1954. 1954 എന്ത് കിട്ടി? ഭാരതരത്നം കിട്ടി. ക്ലിയർ ആണ്? കഴിഞ്ഞില്ല, വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിശോധിക്കാം, പരിഗണിക്കാം. അടുത്ത വായിച്ചു നോക്ക്, വിക്രം സാരാഭായ്. ക്ലിയർ അല്ലേ? അപ്പം സി വി രാമന്റെ ആ ഒരു ലാസ്റ്റ് 2 പോയിന്റ് ഒന്ന് നോക്കിക്കോണം. നോബൽ സമ്മാനം കിട്ടി 930, ഭാരതരത്നം കിട്ടി 954. അതുപോലെ നോബൽ സമ്മാനം നേടിയതിനു ശേഷം ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി കൂടെ ആരാണ്? സി വി രാമൻ എന്നൊരു പേഴ്സണാലിറ്റിയാണ്. അവിടെ സി വി രാമനെ പറ്റി ചോദിക്കാവുന്ന പോയിന്റ് എല്ലാം കഴിഞ്ഞു. അടുത്ത പരിചയപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വിക്രം സാരാഭായ്. ഓർമ്മയുണ്ടോ അദ്ദേഹത്തെ? നോക്കൂ, വിക്രം സാരാഭായ് എന്ന സയന്റിസ്റ്റിനെ കേട്ടിട്ടുണ്ടോ? അതായത് വിക്രം സാരാഭായ് എന്നൊരു സയന്റിസ്റ്റ് ആണ്. നോക്കണേ, ഹി ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പയിൽ. നോക്കണേ, തുമ്പയിൽ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. എന്താ അതിന്റെ പേര്? ശരിക്കും ഇത് അതിന്റെ പേരല്ല കേട്ടോ, അവിടെ ചെറിയൊരു കറക്ഷൻ പറഞ്ഞുതരാം. ഈ ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പ. തുമ്പയില് ഇന്ത്യയിൽ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വന്നു. എന്താ അതിന്റെ പേര്? തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഒന്ന് എഴുതി മാറ്റിക്കോണേ, ക്യാപിറ്റൽ TERLS. നോക്ക്, അപ്പൊ നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഇൻ തുമ്പ. തുമ്പയിലെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ കൊണ്ട് എന്താ അതിന്റെ പേര്? തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അപ്പൊ ഇത് തുമ്പയിൽ ആദ്യമായിട്ട് തുമ്പയിൽ അത് ഫൗണ്ട് ചെയ്തു, തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അതിനോടൊപ്പം തന്നെ ഇത് 963 ആദ്യ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പയിൽ വന്നു. എന്നാൽ അതിന് മുന്നേ തന്നെ 962 നമുക്കൊരു കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റിന്റെ പേരെന്താ? ഇൻകോസ്പാർ. കിട്ടിയായിരുന്നു? എന്താ വിളിപ്പേര്? ഇൻകോസ്പാർ എന്നൊരു കമ്മിറ്റി. ഇൻകോസ്പാർ എന്ന് പറയുന്നതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അല്ലെ, ഇന്ത്യയിലെ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ എന്നൊരു കമ്മിറ്റി. ഇൻകോസ്പാർ ആണ്, ആറുണ്ട്. ഇൻകോസ്പാർ എന്നൊരു കമ്മിറ്റി 900 ആരാ രൂപീകരിച്ചത്? നെഹ്റു. അപ്പോൾ 962 നെഹ്റുവും വിക്രം സാരാഭായും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിൽ രൂപീകരിച്ച പ്രീ ISRO ഓർഗനൈസേഷൻ, ISROക്ക് തൊട്ട് മുന്നേ വന്ന, അല്ലെങ്കിൽ ISRO രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള കമ്മിറ്റിയുടെ പേരെന്താ? ഇൻകോസ്പാർ. ISRO രൂപീകരിച്ച വർഷം ഡേറ്റ് എപ്പോഴാ? 1969 ഓഗസ്റ്റ് 15. 1969 ഓഗസ്റ്റ് 15-ാം തീയതി ISRO വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദി എയ്ഡ് ആൻഡ് സപ്പോർട്ട് ഫ്രോം ഇന്ദിരാഗാന്ധി വാസ് ദി, ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ, ശരിയല്ലേ? ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ശരിക്കും 4th 5 റൂപ്പറാണ്. അപ്പോൾ നാലാമത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ, നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിൽ ISRO രൂപീകരിക്കുന്നത്. അപ്പൊ ISRO എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. രൂപീകരിക്കുന്ന ഇന്ദിരാഗാന്ധിയാണ്. ഓൺ ദി എയ്ഡ് ആൻഡ് സപ്പോർട്ട് ഫ്രം ഇന്ദിരാഗാന്ധി ഇസ് എ ക്രിയേറ്റഡ് ഇൻ 4th 5 റൂപ്പർ. നോക്കിയല്ലേ, 969 ഓഗസ്റ്റ് 15-ാം തീയതി ആയിരുന്നു. ക്ലിയർ അല്ലേ? ഇനി വീണ്ടും നാം മനസ്സിലാലോചിച്ചേ. അപ്പൊ ആ ഒരു ടൈം ലൈൻ, ക്രോണോളജിക്കൽ ഓർഡർ കൃത്യമായി നോക്കിക്കോണം. 962 ഇൻകോസ്പാർ എന്ന ഓർഗനൈസേഷൻ ആരായിരുന്നു? നെഹ്റുവും വിക്രം സാരാഭായും കൂടെ ചേർന്നിട്ട് 63 തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. 69 ഓഗസ്റ്റ് 15-ാം തീയതി ISRO ഇൻ ദി റിസൾട്ട് ഓഫ് ദി 4th 5 റൂപ്പാൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ചാറ്റ് ബോക്സിൽ ആൻസറിനെ തരണേ. ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം, അതിനുശേഷമാണ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്, ശേഷമാണോ വരുന്നത്? ചാറ്റ് ബോക്സിൽ ആൻസർ ആയി. ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം, ചാറ്റ് ബോക്സിൽ ആൻസർ ആയി. ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം, ചാറ്റ് ബോക്സിൽ ആൻസർ ആയി. പഠിപ്പിച്ചാണ്. ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന്, അറിയാമെങ്കിൽ ആൻസറും. ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം, ഏത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഏത് കാലഘട്ടമായിരുന്നു, എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയായിരുന്നു? ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം, എപ്പോഴാ? 1972 ആണ് ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത്. ആരാ രൂപീകരിച്ചത്? ഇന്ദിരാഗാന്ധി ആയിരുന്നു.
അപ്പൊ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു. 1972 ഇന്ത്യയിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു. എന്താ ഇന്ത്യയിലെ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. പ്രധാനമന്ത്രിയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻസ് ആൻഡ് ടെക്കിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സയൻസ് ആൻഡ് ടെക്കിനെ സംബന്ധിച്ച് 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ 5 ഡിപ്പാർട്ട്മെന്റിൽ പ്രൈം മിനിസ്റ്ററിന്റെ ഡയറക്റ്റ് അണ്ടർ വിഷനിൽ വരുന്ന 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, 2 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. അപ്പൊ അതിൽ ശരിക്കും ISR രൂപീകരിച്ചതിന് ശേഷമാണ് സ്പേസിന്റെ ആവശ്യകത വരുന്നത്. അതുകൊണ്ട് 1972 ആരെ രൂപീകരിച്ചു? ഒരു സ്പേസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു വെച്ചു. ക്ലിയർ? അപ്പൊ അവിടെ അത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വായിച്ചു നോക്ക്. ഇവിടെ നോക്കും. ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ്. ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ് ആരാ? നമ്മുടെ ഡോക്ടർ വിക്രം സാരാഭായി അല്ലേ? ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ്. ആരാ? ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം വിക്രം സാരാഭായി എന്നൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പൊ നോക്കണം, അവിടെ നമുക്ക് തിരിയാൻ സാധ്യതയുള്ള 2-3 സയന്റിസ്റ്റുമാരെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അങ്ങനെയെങ്കിൽ നോക്കണേ. അപ്പൊ ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എങ്കിൽ ബോർഡിലേക്ക് നോക്കുക. ഫാദർ ഓഫ് ദി ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിക്സ്. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവാരാ? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാരാ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ്. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ചാറ്റ് ബോക്സ് ചെയ്യും. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ്. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ്. ദിവ്യ രാജാരാമൻ പറയുന്നു. ഷെറിൻ ഹോമിജ പറയുന്നു. ഭവ്യ രാജാരാമൻ പറയുന്നു. ആരെ വേണം? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്? എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന വാക്കിന്റെ അർത്ഥം? സ്റ്റഡി അബൌട്ട് ദി ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് അല്ലെ? ഒരാറ്റത്തിന് അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയസ്. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖ അല്ലെ? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ നോക്കണേ. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ന്യൂക്ലിയർ ഫിസിക്സ്. സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ്. സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ന്യൂക്ലിയർ ഫിസിക്സ്. ആ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാണ് ഹോമി ജെ ബാബ. ഓക്കെ അല്ലേ? ആ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാണ് ആരും? ഹോമി ജെ ബാബ. വൺസ് അഗൈൻ അനദർ ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ വേൾഡിലെ പിതാവാരാം? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവിനെ പറയൂടെ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവിനെ പറയുമോ? ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലേ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവാരുടെ? ഏണസ്റ്റ് റൂദർഫോർഡ്. ക്ലിയർ അല്ലേ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പം ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ് ഹോമി ജെ ബാബ. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ് ഏണസ്റ്റ് റൂദർഫോർഡ്. നെക്സ്റ്റ് വീണ്ടും നോക്കൂ. സൂര്യ സ്ക്രീനിൽ തൊടല്ലേ, കാരണം സ്ക്രീനിൽ ടിക്ക് വീഴും. സ്ക്രീനിൽ തൊടരുത്. ഓക്കെ, നോക്കൂ. അപ്പോൾ ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ ഹോമി ജെ ബാബ. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ് ഏണസ്റ്റ് റൂദർഫോർഡ്. അതുപോലെ ഇനിയുണ്ടല്ലോ. അതുപോലെ നോക്ക്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് നോക്കൂ. അല്ലെങ്കിൽ ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ പറഞ്ഞാലും മതി. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് ആരാണ്? നമ്മൾ സയന്റിസ്റ്റുമാരെ എടുത്തില്ലായിരുന്നല്ലോ അല്ലേ? ഓക്കെ. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ അത് പറഞ്ഞു. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ പറഞ്ഞില്ല. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് സയന്റിസ്റ്റുമാരെ കുറിച്ച് നമ്മൾ എടുത്തില്ലല്ലോ അല്ലേ? കൺഫേം അല്ലേ? ഓക്കെ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് ആരാണ്? രാജാറാമണ്ണ അല്ലേ? ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് രാജാറാമണ്ണയാണ്. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് രാജാരാമണ്ണ. എഴുതുകോടെ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് ആരാ? രാജാറാമണ്ണ. അടുത്തത് ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ്. ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവ് ആരാ? റോബർട്ട് ഓപ്പൺഹൈമർ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ്. ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവ് ആരാ? റോബർട്ട് ഓപ്പൺഹൈമർ. ശരിയല്ലേ? ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ്. ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ് റോബർട്ട് ഓപ്പൺഹൈമർ. ശരി, ക്ലിയർ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ?
വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം എന്നുള്ള പേരെന്താ? ന്യൂക്ലിയർ ഫിഷൻ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, ഫിഷൻ കണ്ടുപിടിച്ച വർഷം. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം പറയൂ. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം 1939. 1939 ഫിഷൻ കണ്ടുപിടിച്ചത്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷന്റെ പിതാവ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷന്റെ പിതാവിനെ പറയുമോ? ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷന്റെ പിതാവിനെ പറയുമോ? ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ രണ്ടുപേരാ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഒന്നാരാണ്? ഓട്ടോ ഹാൻ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഒന്നാരാ? ഓട്ടോ ഹാൻ. രണ്ട് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷന്റെ പിതാവാരാ? ഒന്ന് ഓട്ടോ ഹാൻ, രണ്ട് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. എഴുതിയോ? അപ്പോഴ് ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷന്റെ പിതാവാരാ? ഓട്ടോ ഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ഫിഷനെ കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? 1939. 1939. അപ്പോൾ ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷനെ കണ്ടുപിടിച്ച വർഷം 1939. 1939. ഓട്ടോ ഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ഓട്ടോ ഹാനും ഫ്രിറ്റ്സ് സ്ട്രോസ്മാനും കൂടെ ചേർന്നാണ് ആരെ കണ്ടുപിടിക്കുന്നത്? ഫിഷനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അവിടെ വരെ ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെ പറ്റിയാണ്? ഡോക്ടർ വിക്രം സാരാഭായിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി, മുന്നോട്ട് പോകുന്നു. വിക്രം സാരാഭായിയുടെ മറ്റൊരു പ്രത്യേകത, ഈ വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദി ISRO. ISROന്റെ ആദ്യ ചെയർമാൻ ആരാ? വിക്രം സാരാഭായി. ഓൾസോ ഹിസ് ബർത്ത്ഡേ August 12. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള August 12 സെലിബ്രേറ്റഡ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ അല്ലേ? അപ്പോൾ ഇന്ത്യൻ നോക്കൂ, August 12 എന്തായിട്ട് ആചരിക്കുന്നു? ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള August 12 അല്ലേ? അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള August 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാ വർഷവും August 12, എല്ലാ വർഷവും മറന്നു പോകല്ലേ? എല്ലാ വർഷവും August 12 ഇന്ത്യയിലെ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ശരിയല്ലേ? എല്ലാ വർഷവും August 12 ഇന്ത്യയിലെ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ August 12 ബർത്ത്ഡേ ഓഫ് ദി വിക്രം സാരാഭായി. വിക്രം സാരാഭായിന്റെ ജന്മദിനമാണ് August 12 എന്ന് വിട്ടുപോകരുത്. ക്ലിയർലി? അപ്പോൾ വിക്രം സാരാഭായി നമ്മൾ കണ്ടു. ഈ വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO. ISROന്റെ ആദ്യ ചെയർമാൻ. ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള August 12 എല്ലാ വർഷവും ഇന്ത്യൻ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുപോലെ അടുത്ത സയന്റിസ്റ്റ്, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തപ്പോൾ ജസ്റ്റ് പറയാന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മേഘ്നാഥ് സാഹ. നോക്കണേ, മേഘ്നാഥ് സാഹ എന്ന് പറയുന്ന മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ പോയിന്റ്, ഹി വാസ് ഇൻവെന്റഡ് ആൻ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദി വെയിറ്റ് ആൻഡ് പ്രഷർ ഓഫ് ദി സോളാർ റേസ്. സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചു. അപ്പൊ മേഘ്നാഥ് സാഹ എന്ന സയന്റിസ്റ്റിന്റെ പേര്, ഹി വാസ് ഇൻവെന്റഡ് ആൻ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദി വെയിറ്റ് ആൻഡ് പ്രഷർ ഓഫ് ദി സോളാർ റേസ്. സൗരരശ്മികളുടെ, മറന്നുപോകല്ലേ, സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഉപകരണം കണ്ടുപിടിച്ചു അല്ലെ? നോക്കൂ, ഹി വാസ് ഇൻവെന്റഡ് ആൻ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ദി വെയിറ്റ് ആൻഡ് പ്രഷർ ഓഫ് ദി സോളാർ റേസ്. സൗരരശ്മികളുടെ ഭാരവും മർദ്ദവും അളക്കുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചു. ആരാണ്? മേഘ്നാഥ് സാഹ. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം ഫൗണ്ട് ചെയ്ത കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ടഡ് ബൈ മേഘ്നാഥ് സാഹ. മേഘ്നാഥ് സാഹ ഫൗണ്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരെന്താ? ഒന്ന് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്, ലൊക്കേഷൻ അലഹബാദ്. ഒന്ന് നാഷണൽ അക്കാഡമി ഓഫ് സയൻസിന്റെ ഫൗണ്ടർ ആരാ? മേഘ്നാഥ് സാഹ. ഹിസ് ലൊക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് വാസ് അലഹബാദ്. അതുപോലെ തന്നെ അടുത്ത് നോക്കി, ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയാണ്. ഫൗണ്ടർ മേഘ്നാഥ് സാഹ. അടുത്തത് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കട്ടയാണ്. ഫൗണ്ടർ ബൈ മേഘ്നാഥ് സാഹ. അടുത്ത വായിച്ചു നോക്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസ് ഓഫ് ഇന്ത്യ. പേര് നോക്കിക്കോണം. അത് ആ ഓർഗനൈസേഷന്റെ പഴയ പേരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസ് ഓഫ് ഇന്ത്യ. പുതിയ പേര് റീനെയിം ചെയ്തു. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസ് ഓഫ് ഇന്ത്യ, അതിന് പുതിയ പേര് കൊടുത്തു ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണെന്ന് വിട്ടുപോകരുത്. അപ്പം അതിന്റെ ഫൗണ്ടർ ആരാണ്? മേഘ്നാഥ് സാഹ. നെക്സ്റ്റ്, ഹി വാസ് ഓൾസോ ദി ചെയർമാൻ ഓഫ് ദി ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ZSIR 1952. ശരിയല്ലേ? ആരാണ്?
ഇറ്റ് വാസ് എപ്പോഴാ അത് നോക്കൂ, അത് എപ്പോഴാണ് രൂപീകരിച്ചത്? 1952, 1952 അപ്പൊ ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി ഇന്ത്യൻ കലണ്ടർ. ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി. അദ്ദേഹമായിരുന്നു കലണ്ടർ പരിഷ്കാര കമ്മിറ്റി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ കലണ്ടറുകളെ കുറിച്ച് പഠിക്കാനും അതിന്റെ പരിഷ്കാരത്തെ കുറിച്ച് പഠിക്കാനും കൊണ്ടും ഒരു കമ്മിറ്റിയാണ് കലണ്ടർ റീഫോം കമ്മിറ്റി. ഈ കമ്മിറ്റി രൂപീകരിച്ചത് ആരാ? CSIR. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാഭമാണ്. കാരണം നമ്മുടെ പർപ്പസ് വെച്ച്, ലക്ഷ്യങ്ങൾ വെച്ചു, അല്ലെങ്കിൽ പർപ്പസ് വെച്ച് ISRO-നെക്കാട്ടിയും DRDO-നെക്കാട്ടിയും ഏറ്റവും വലിയ ഏരിയാസ് കവർ ചെയ്യുന്ന ലാഭമാണ്. അവർക്ക് ഒരേ സമയം ഹെൽത്ത് കവർ ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, ഹെൽത്തുമായി ബന്ധപ്പെട്ട അമൂല്യ ഫുഡ് കണ്ടുപിടിച്ചു. സഹേലി എന്ന് പറയുന്ന നോൺ കോൺട്രാസെപ്റ്റീവ് പില്ല് കണ്ടുപിടിച്ചു. ശരി, സഹേലി പില്ല്, അമുൽ ബേബി ഫുഡ്. അതുപോലെ ആ സമയത്ത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കെറോസിൻ സ്റ്റൗ. ശരിയല്ലേ? അതുപോലെ സരസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്, ഫ്ലോസോലവർ എന്ന് പറയുന്ന പാരലൽ കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള ഒരു കൂട്ടം കണ്ടുപിടുത്തങ്ങൾ നിലവിൽ കണ്ടുപിടിച്ച് വെച്ചേക്കാണ് CSIR. ഓൾസോ CSIR വാസ് ഫൗണ്ടഡ് ദി കോമ്പൗണ്ട് ഈസ് കോൾഡ്, വാട്ട് ഈസ് എ കോമ്പൗണ്ട് ഫൗണ്ടഡ് ബൈ CSIR? ഫോർ ദി ഇലക്ഷൻ പർപ്പസ്, ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി CSIR ഫൗണ്ട് ചെയ്ത കോമ്പൗണ്ട് പേരെന്താ? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. കോമ്പൗണ്ട് ഫൗണ്ടഡ് ബൈ ദി CSIR ഫോർ ദി പർപ്പസ് ഓഫ് ഇലക്ഷൻ. ചാറ്റ് ബോക്സ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇലക്ഷൻ ഇങ്ക്. ഇലക്ഷൻ ഇങ്കിന്റെ കെമിക്കൽ നെയിം പറഞ്ഞു കാണുമല്ലോ ക്ലാസ്സിൽ. കെമിക്കൽ നെയിം ഓഫ് ഇലക്ഷൻ ഇങ്ക് പഠിപ്പിച്ചല്ലോ, ഇല്ലേ? പഠിപ്പിച്ചു കാണണം. കെമിക്കൽ നെയിം ഓഫ് ഇലക്ഷൻ ഇങ്ക്. ഇലക്ഷൻ ഇങ്കിന്റെ കെമിക്കൽ നെയിം പറ. ഇലക്ഷൻ ഇങ്കിന്റെ കെമിക്കൽ നെയിം ഇക്വേഷനോട് പറയോ? ആ, ഇലക്ഷൻ ഇങ്ക് സിൽവർ നൈട്രേറ്റ് AgNO3. പഠിപ്പിച്ചാണ് ദിവ്യ, ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, ഓൾറെഡി പഠിപ്പിച്ചാണ് നമ്മൾ. ഓക്കെ, ഇലക്ഷൻ ഇങ്ക്. അപ്പൊ അതിനകത്ത് സിൽവർ നൈട്രേറ്റ് AgNO3. അപ്പൊ അതിന് മറ്റൊരു വിളിപ്പേരുള്ള ദിവ്യ പറഞ്ഞോ. അതിന് മറ്റൊരു വിളിപ്പേരും കൂടെ തായോ. ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. മറ്റൊരു വിളിപ്പേരുടെ തായോ. ഓക്കെ ദിവ്യ, ഓക്കെ. ഓക്കെ ഷെറിൻ, ഓക്കെ. ശ്രീലക്ഷ്മി, കറക്റ്റ്. ഓക്കെ, റൈറ്റ്. ഓക്കെ ആണ്. ലൂണാർ കാസ്റ്റിക്, ലൂണാർ കറക്റ്റ് ആണ്. അത് ഓൾറെഡി നമ്മൾ കെമിസ്ട്രിയിൽ കവർ ചെയ്യും. സേ ലൂണാർ കാസ്റ്റിക് ആണ് കേട്ടോ. ലൂണാർ കാസ്റ്റിക്. അപ്പൊ നോക്കൂ, അവിടെ കുറെ കെമിക്കൽ കോമ്പൗണ്ട് ഞാൻ കെമിസ്ട്രിയിൽ എടുത്തു തരാം. അപ്പൊ നമുക്കത് സയൻസോട്ടേക്ക് കവർ ചെയ്ത് പോവാം. അപ്പം നമ്മൾ പറഞ്ഞു ആരാ? മേഘനാഥ് സാഹയെ കുറിച്ചല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘനാഥ് സാഹ എന്ന് പറയുമ്പോൾ ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ CSIR 1952. 1952 നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ കലണ്ടർ പരിഷ്കാര കമ്മിറ്റി വന്നു. ആ പരിഷ്കാര കമ്മിറ്റി രൂപീകരിച്ച CSIR എന്നൊരു ലാബാണ്. എങ്കിൽ ആ പരിഷ്കാര കമ്മിറ്റിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു ആരാടെ? മേഘനാഥ് സാഹ. വൺസ് അഗൈൻ, മേഘനാഥ് സാഹ വാസ് എ സയന്റിസ്റ്റ് who invented an instrument to measure the weight and പ്രഷർ ഓഫ് ദി സോളാർ റൈസ്. സൗരരശ്മിക്കുള്ള ഭാരവും മർദ്ദവും അളക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതുപോലെ തന്നെ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് അലഹബാദ് ഫൗണ്ട് ചെയ്തു. ഇന്ത്യൻ ഫിസിക്കൽ സൊസൈറ്റി കൊൽക്കത്ത, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് കൊൽക്കത്ത, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സയൻസ് ഓഫ് ഇന്ത്യ എന്ന അക്കാഡമി. പക്ഷേ അതിന്റെ പുതിയ പേര് കൊടുത്തു ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി. ഡൽഹിയാണ് ആസ്ഥാനം. ആൻഡ് ഓൾസോ ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി ഇന്ത്യൻ കലണ്ടർ റീഫോം കമ്മിറ്റി. ഇന്ത്യയിലെ കലണ്ടർ റീഫോം കമ്മിറ്റിയുടെ ചെയർമാനാണ് 1952 രൂപീകരിച്ചു. റൈറ്റ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ആ ഓളത്തിന് പോവാണ്, കുഴപ്പമില്ലല്ലോ. സ്പീഡ് ഓക്കെ അല്ലേ? ഓക്കെ. കുറയ്ക്കണമെങ്കിൽ പറയണേ. നോക്കൂ, അടുത്ത നോക്കൂ. APJ അബ്ദുൽ കലാമാണ്. നോക്കണേ, APJ അബ്ദുൽ കലാമാണ് സയന്റിസ്റ്റിന്റെ പ്രത്യേകത. നോക്കൂ, ഹി വാസ് ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹം ഹി വാസ് ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ് അദ്ദേഹം, അറിയാലോ. അപ്പൊ ആരാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ? ടെസി തോമസ്, മലയാളിയാണ് ടെസി തോമസ്. അപ്പൊ അത് വളരെ ഫേമസ് ആയ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും തെറ്റിക്കരുത്. അപ്പം APJ അബ്ദുൽ കലാമിന്റെ പ്രത്യേകത, ഹി വാസ് നോൺ ആസ് ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു APJ അബ്ദുൽ കലാം. Then she was not. Then who is known as the missile woman of India? ടെസി തോമസ് ആണ് missile woman of India. ടെസി തോമസ് വാസ് ദി പ്രൊജക്ട് ലീഡർ ഓഫ് ഫൗണ്ടിങ് അഗ്നി മിസൈൽസ്. അഗ്നി മിസൈൽസുകൾ. അപ്പൊ എന്തുകൊണ്ട് വൈ ടെസി തോമസ് ഈസ് കാൾഡ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ? എന്തുകൊണ്ട് ടെസി തോമസിനെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു? ബിക്കോസ് ഹി വാസ് ദി വൺ ഓഫ് ദി ഫൗണ്ടർ ഡയറക്ടർ ഫോർ ദി ക്രിയേഷൻ ഓഫ് അഗ്നി മിസൈൽസ്. അഗ്നി തരത്തിലെ മിസൈൽ ഉണ്ട് അല്ലേ? അപ്പോൾ അഗ്നി തരത്തിലെ മിസൈലുകൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ അഗ്നി മിസൈൽസുകൾ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഒന്നാരാ? APJ അബ്ദുൽ കലാം. രണ്ടാരാ? ടെസി തോമസ് ആണ്.
അപ്പൊ അതുകൊണ്ടാണ് ഡെസി തോമസിനെ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ APJ അബ്ദുൽ കലാമിന്റെ പ്രത്യേകത, he was known as the Missile Man of India. Also, 11th person to become the President of India. ഇന്ത്യയിൽ പ്രസിഡന്റ് ആവുന്ന 11ാമത്തെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രസിഡന്റ് ആവുന്ന 11ാമത്തെ പേഴ്സണാലിറ്റിയാണ്. APJ അബ്ദുൽ കലാം. ഓൾസോ ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് പൃഥ്വി അഗ്നി മിസൈൽസ്. പൃഥ്വി മിസൈൽസിന്റെയും അഗ്നി മിസൈൽസിന്റെയും കാവൽക്കാരൻ. സോ അപ്പോൾ പൃഥ്വി മിസൈൽസിന്റെയും അഗ്നി മിസൈൽസിന്റെയും കാവൽക്കാരനാണ്. അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിൽ ഇദ്ദേഹമായിരുന്നു ഉത്തരവാദിത്തം, ഇദ്ദേഹമായിരുന്നു പ്രൊജക്ട് ലീഡർ. അപ്പൊ APJ അബ്ദുൽ കലാം വാസ് ദി പ്രൊജക്ട് ലീഡർ ഫോർ ദി ക്രിയേഷൻ ഓഫ് പൃഥ്വി ആൻഡ് അഗ്നി മിസൈൽസ്. അതുപോലെ 11th person to become President of India. He was known as the Missile Man of India. ഓൾസോ ഹി വാസ് എ വിഷൻ 2030, അതായത് ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക്. ശരിക്കും APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളെ ഒരു 2030, നമുക്കൊരു, ഞാൻ വഴി പഠിപ്പിക്കത്തേ ഉള്ളത് കേട്ടോ, നമുക്കൊരു സയൻസ് ആൻഡ് ടെക് പോളിസി ഉണ്ട്. നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ശരിക്കും ഇദ്ദേഹത്തിന്റെ APJ അബ്ദുൽ കലാമിന്റെ ചില ആശയങ്ങളെ ഉൾപ്പെടുത്തി 2035 ഒരു സയൻസ് ആൻഡ് ടെക് പോളിസി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ വാസ് പ്ലാൻഡ് എ സയൻസ് ആൻഡ് ടെക് പോളിസി ഫോർ ദി മെമ്മറി ഓഫ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി 2035 നമ്മളൊരു സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിനെ ശരിക്കും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ in 2035 we have a planned a science and tech policy ഫോർ ദി മെമ്മറി ഓഫ് APJ അബ്ദുൽ കലാം. ഇറ്റ്സ് എയിം, എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇറ്റ്സ് എയിം എന്ന് പറയുന്നത് ശരിക്കും സെക്യൂരിറ്റി, അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുക. അപ്പം ശരിക്കും പറയുന്നത് സെക്യൂരിറ്റി ഓഫ് ദി ഓൾ ഇന്ത്യൻ സിറ്റിസൺസ്, ഇന്ത്യയിലെ എല്ലാ പൗരന്റെയും സുരക്ഷ ഉറപ്പാക്കാനും അതുപോലെ ഇന്ത്യയിലെ എല്ലാ പൗരന്റെയും വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പോൾ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പാക്കണം. 2035 ഒരു സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഉണ്ടാവണമെന്ന്. ആ പോളിസിയുടെ ടാർഗറ്റ് എന്തായിരിക്കണം? ആ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സിറ്റിസന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയണം. ഒരാൾക്ക് പോലും സുരക്ഷാ ഭീഷണി ഉണ്ടാകരുത്. രണ്ടെന്ന് പറയുന്നത് എല്ലാവരുടെയും വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടായിരിക്കണം ആ പോളിസി. അപ്പോൾ 2030 അതിന്റെ ലക്ഷ്യം നോക്കി വെച്ചേക്കാം. 2035 APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കായി ഒരു സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ഇപ്പോഴേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഇന്ത്യയിലെ നാഷണൽ സയൻസ് ആൻഡ് ടെക് പോളിസി നമ്മൾ പഠിക്കും. അപ്പൊ അത് പഠിച്ചു വരുമ്പോൾ അതിന്റെ എൻഡിങ് ഇത് പഠിച്ചിരിക്കും 35. അപ്പം 2035 സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ആർക്ക് വേണ്ടിയാണ്? ഫോർ ദി മെമ്മറി ഓഫ് APJ അബ്ദുൽ കലാം. ഇറ്റ്സ് മിഷൻ, എന്താണ് അതിന്റെ മിഷൻ എന്ന് പറയുന്നത്? ഇറ്റ്സ് മിഷൻ ഈസ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും സുരക്ഷയെ സംബന്ധിച്ചും ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പോളിസി. അത് 35 നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ഞാനിവിടെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു തന്നെയുള്ളൂ. ആ വർഷം നോക്കി വെക്ക്, 2035. ക്ലിയർ? 2035 സയൻസ് ആൻഡ് ടെക്കിന്റെ പോളിസി, നാഷണൽ പോളിസി ആരുടെ ഓർമ്മയ്ക്കാണ്? APJ അബ്ദുൽ കലാമിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അടുത്ത വായിച്ചു നോക്കണേ, 1998 ഓപ്പറേഷൻ ശക്തി ഒന്ന് ബോളിലേക്ക് നോക്കിക്കോണേ. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ എത്ര ആണവ പരീക്ഷണങ്ങൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്? ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ എത്ര ന്യൂക്ലിയർ ടെസ്റ്റുകൾ നമ്മുടെ അറിവിൽ സാധ്യമായിട്ടുണ്ട്? പറഞ്ഞോടെ, ഇന്ത്യയിൽ എത്ര ന്യൂക്ലിയർ ടെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നടത്തിയിട്ടുണ്ട്? How many nuclear tests was covered in India now till today? എത്ര ടെസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്? 2, അല്ലെ? അതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞോട്ടെ. 1974 ഇന്ത്യയിലെ ഒന്നാമത്തെ ആണവ പരീക്ഷണം കവറായി. എന്താ അതിന്റെ വിളിപ്പേര്? പൊക്രാൻ ഫസ്റ്റ്. കിട്ടിയോ? പൊക്രാൻ ഫസ്റ്റ് അല്ലെങ്കിൽ വിളിപ്പേര് എന്താ? സ്മൈലിംഗ് ബുദ്ധ, ബുദ്ധൻ ചിരിക്കുന്നു. കിട്ടിയായിരുന്നോ? ബുദ്ധൻ ചിരിക്കുന്നു. ഓക്കെ അല്ലേ? നോക്കൂ, ഇന്ത്യയിൽ 2 ആണവ പരീക്ഷണം സംഭവിച്ചു. 1974 പൊക്രാൻ ഫസ്റ്റ്, ഒന്നിന്റെ വിളിപ്പേര് ബുദ്ധൻ ചിരിക്കുന്നു, സ്മൈലിംഗ് ബുദ്ധ. അതുപോലെ തന്നെ നോക്കൂ, രണ്ടാമത്തെ ആണവ പരീക്ഷണം സംഭവിക്കുന്നത് എപ്പോഴാ? 1998. അപ്പോ പ്രൈം മിനിസ്റ്റർ ആരാ? 74 പ്രൈം മിനിസ്റ്റർ ആരാ? ഇന്ദിരാഗാന്ധി. 98 പ്രൈം മിനിസ്റ്റർ ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി ആണ് 98 പൊക്രാൻ സെക്കൻഡ്. എന്താ വിളിപ്പേര്? പൊക്രാൻ സെക്കൻഡ് എന്ന് വിളിപ്പേര്. അല്ലെങ്കിൽ വിളിപ്പേര് ബുദ്ധൻ സ്മൈൽസ് അഗെയിൻ, ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. ബുദ്ധൻ
വീണ്ടും ചിരിക്കുന്നു. അതല്ലെങ്കിൽ വിളിപ്പേരെന്താ? ഓപ്പറേഷൻ ശക്തി. ഓപ്പറേഷൻ ശക്തി കിട്ടിയായിരുന്നോടെ? ഓപ്പറേഷൻ ശക്തിയാണ്. അതുപോലെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന്റെ പ്രൊജക്ട് ലീഡർ. രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന്റെ പ്രൊജക്ട് ലീഡർ ആരാണ്? ഇറ്റ് ഈസ് ദി APJ അബ്ദുൽ കലാം. then a code name, then a രഹസ്യ പേര്, ഒരു രഹസ്യ പേര് അല്ലെങ്കിൽ കോഡ് നെയിം, ഒരു രഹസ്യ പേര് അല്ലെങ്കിൽ കോഡ് നെയിം കൊടുത്തിരുന്നു ആർക്കാണ്? APJ അബ്ദുൽ കലാം. എന്താ പേര്? മേജർ ജനറൽ പൃഥ്വിരാജ് അല്ലേ? മേജർ ജനറൽ പൃഥ്വിരാജ്. അപ്പോൾ ശരിക്കും നമുക്കറിയാം വയർലെസ് കമ്മ്യൂണിക്കേഷൻ വരെ ബ്രേക്ക് ആവുന്നുണ്ട്. അതൊന്നും സേഫ് അല്ല. വയർലെസ് കമ്മ്യൂണിക്കേഷൻ വരെ ബ്രേക്ക് ആവുന്നുണ്ട്. നോ സേഫ്, ഒരു സേഫ് കൂടി ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പുറത്തു വന്നാൽ രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ പേര് പുറത്തു വിട്ടില്ല. കാരണം അദ്ദേഹം അത്യാവശ്യം പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പുറത്തു വന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ ലൈഫിന് ഭീഷണിയാണെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പുറത്തു വിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പുറത്തു വിട്ടില്ല. പകരം അദ്ദേഹത്തിന് ഒരു രഹസ്യ കോഡ് പേര് പുറത്തുവിട്ടു. കോഡ് പേരെന്താ? മേജർ ജനറൽ പൃഥ്വിരാജ്. ശ്രദ്ധിക്കാം. ഇന്നേ വരെ ഇന്ത്യയിൽ 2 ആണവ പരീക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് വൺ 974. പൊക്രാൻ ഫസ്റ്റ് എന്ന് വിളിക്കുന്നു. സ്മുദ്ധൻ ചിരിക്കുന്നു അല്ലെങ്കിൽ സ്മൈൽസ് ബുദ്ധ, സ്മൈലിംഗ് ബുദ്ധ. 998 പൊക്രാൻ സെക്കൻഡ് അല്ലെങ്കിൽ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. ഓപ്പറേഷൻ ശക്തി എന്ന് പറഞ്ഞ് വിളിക്കാം. എന്താ പ്രോജക്ട് ലീഡർ? APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തിന്റെ ഒരു കോഡ് നെയിം, രഹസ്യ പേരെന്താ? മേജർ ജനറൽ പൃഥ്വിരാജ്. ഇപ്പുറത്തുണ്ട് കേട്ടോ അത്. ഞാടെ 998 ഓപ്പറേഷൻ ശക്തിയുടെ ലീഡർ ഹെഡ് അദ്ദേഹമായിരുന്നു. കോഡ് നെയിം ഓഫ് APJ അബ്ദുൽ കലാം ഡ്യൂറിംഗ് പൊക്രാൻ സെക്കൻഡ് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന് പേര് കൊടുത്തു. ഓൾസോ ഹി വാസ് ദി പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ഇൻ ISRO ടു ഡെവലപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അല്ലേ? ഇൻഡിജീനിയസ് എന്ന വാക്കിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ഫുള്ളി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. പൂർണ്ണമായും ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളെയോ മെഷീൻസിനെയോ വിളിക്കുന്ന പേരെന്താ? തദ്ദേശീയമായി. ഇൻഡിജീനിയസ് എന്ന വാക്കിന്റെ തദ്ദേശീയം അല്ലെങ്കിൽ ഇൻഡിജീനിയസ്. അപ്പോൾ ഹി വാസ് ദി പ്രൊജക്ട് ഡയറക്ടർ ഇൻ ISRO ടു ഡെവലപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇന്ത്യ സ്വന്തമായിട്ട് സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കാൻ, ലോഞ്ച് ചെയ്യാൻ വെഹിക്കിളിനെ ഉണ്ടാക്കിയെടുത്ത സമയത്ത്, അതിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിന്റെ ലീഡർഷിപ്പ് ആർക്കായിരുന്നു? APJ അബ്ദുൽ കലാം. അപ്പോൾ ഹി വാസ് ദി പ്രൊജക്ട് ഡയറക്ടർ ഇൻ ISRO ടു ഡെവലപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. കഴിഞ്ഞു. വീണ്ടും മുന്നോട്ട്. അടുത്ത നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നമുക്ക് രാജാരാമണ്ണ നോക്കണേ. അടുത്ത നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സയന്റിസ്റ്റിന്റെ പേരെന്താ? രാജാരാമണ്ണ. ഈ വാസ് ദി ഫാദർ ഓഫ് ദി ഇന്ത്യൻ ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് നിങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ ഈ സൂപ്പർവൈസർ ആൻഡ് ക്യാരിയർ ഔട്ട് ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്. ശരിയല്ലേ? ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്ത ഇദ്ദേഹമാണ്. അപ്പൊ ആക്ച്വലി ഹി വാസ് ദി പ്രൊജക്ട് ഡയറക്ടർ. ആക്ച്വലി രാജ രമണ്ണ വാസ് ദി പ്രൊജക്ട് ഡയറക്ടർ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് പൊക്രാൻ ഫസ്റ്റ്. ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പരീക്ഷണം. നോക്കൂ, ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ പിതാവാര? രാജാരാമണ്ണ. നോക്കിയില്ലേ? അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ പിതാവാര? രാജാരാമണ്ണ. ഹി വാസ് സൂപ്പർവൈസർ ആൻഡ് ക്യാരിയർ ഔട്ട് ദി പൊക്രാൻ ഫസ്റ്റ്. പൊക്രാൻ ഫസ്റ്റ് ഓൾസോ ഇറ്റ്സ് കോൾഡ് സ്മൈലിംഗ് ബുദ്ധ എന്ന് കുറച്ചു മുന്നേ പറഞ്ഞു. ഫാദർ ഓഫ് ഇന്ത്യൻ ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാണ് രാജാരാമണ്ണ. അതെല്ലാം നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അപ്പോൾ ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് രാജാരാമണ്ണ. ഈ സൂപ്പർവൈസർ ആൻഡ് ക്യാരിയർ ഔട്ട് ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ഇൻ ഇന്ത്യ 1974 കോൾഡ് പൊക്രാൻ ഫസ്റ്റ്. ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ പിതാവാര? രാജാരാമണ്ണ. അതുപോലെ വായിച്ചു നോക്ക്. സയന്റിസ്റ്റിന്റെ പേരെന്താ? പ്രഫുല്ല ചന്ദ്ര റായ്. നോക്കണേ, പ്രഫുല്ല ചന്ദ്ര റായ്. PC റായ് എന്ന് പറഞ്ഞു വിളിക്കാം. എന്താ വിളിപ്പേര്? എന്താ വിളിപ്പേര്? PC റായ്. നോക്കൂ, പ്രഫുല്ല ചന്ദ്ര വിളിപ്പേര് നോക്കിയേ. പ്രഫുല്ല ചന്ദ്ര റായ് അല്ലെങ്കിൽ PC റായ്. നോക്കണേ, പ്രഫുല്ല ചന്ദ്ര റായ് അല്ലെങ്കിൽ PC റായ് ആണ്. ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കി. നോക്കൂ, ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ദി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. എന്താ? ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ദി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇന്ത്യസ് ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇത്, ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. സോ ഇന്ത്യസ്, നോക്കൂ, അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഇന്ത്യയിലെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇത്, ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ പിതാവാര? PC റായ്, പ്രഫുല്ല ചന്ദ്ര റായ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഫാദർ ഓഫ് ദി ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവാര? ഇന്ത്യൻ രസതന്ത്രം. ഫാദർ ഓഫ് ദി ഇന്ത്യൻ കെമിസ്ട്രിയുടെ പിതാവാര? പ്രഫുല്ല ചന്ദ്ര റായ്. കിട്ടിയായിരുന്നു.
അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രിന്റെ പിതാവാരാം പ്രഫുല്ല ചന്ദ്ര റായി. അതുപോലെ ഹി ഡിസ്കവേർഡ് ദി മെർക്കുറസ് നൈട്രൈറ്റ് കോമ്പൗണ്ട്. ഇദ്ദേഹമാണ് ശരിക്കും മെർക്കുറസ് നൈട്രൈറ്റ് കോമ്പൗണ്ടുകൾ കണ്ടുപിടിച്ചത്. അവിടെ കുറെ അഡീഷണൽ പോയിന്റ് പറയാനുണ്ട്. സയന്റിസ്റ്റിന്റെ പേര് ഷോർട്ടാക്കി PC റായി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രഫുല്ല ചന്ദ്ര റായി എന്ന് വിളിക്കാം. He was the founder of the Bengal Chemicals and Pharmaceuticals. എന്താ വിളി പേര്? ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. എന്താ അതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ, ഇന്ത്യയുടെ ആദ്യ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഏത് ഈ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രിന്റെ പിതാവാരാം PC റായി. ഈ ഡിസ്കവേർഡ് ദി മെർക്കുറസ് നൈട്രൈറ്റ് കോമ്പൗണ്ട്. നിൽക്കട്ടെ, ശരിക്കും പറഞ്ഞാൽ ഫാദർ ഓഫ് ദി കെമിസ്ട്രി ആരാ? ചാറ്റ് ബോക്സിൽ ആൻസർ. കെമിസ്ട്രിന്റെ പിതാവാരാ? ചാറ്റ് ബോക്സിലുണ്ടോ ആൻസർ? ഫാദർ ഓഫ് ദി കെമിസ്ട്രിന്റെ പിതാവാരാ? ഫാദർ ഓഫ് ദി കെമിസ്ട്രിന്റെ പിതാവാരാ? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. അമൽ, നിഷി, വേറെ ആൻസറോ? രണ്ടുപേരുള്ളോ? ഫാദർ ഓഫ് ദി കെമിസ്ട്രിന്റെ പിതാവാരാ? റോബർട്ട് ബോയിലാണോ? വരട്ടെ. ഫാദർ ഓഫ് ദി കെമിസ്ട്രിന്റെ പിതാവാരാ? ഇല്ല, 3 ആൻസറേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഇല്ല, അതാണ് സത്യം. ആ ക്വസ്റ്റ്യൻ തെറ്റാണ്, ആ ആൻസർ നിലവിൽ തെറ്റാണ്. മുകളിലേക്ക് നോക്കൂ, ഞാൻ എഴുതി തരാം. ശരിക്കും നമുക്ക് ഫാദർ ഓഫ് കെമിസ്ട്രി എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലടേ. കാരണം കെമിസ്ട്രി എന്ന വിഷയത്തിന് ഒരു പിതാവല്ല, അതാണ് സത്യം. കെമിസ്ട്രി എന്ന വിഷയത്തിന് ഒരു പിതാവല്ല, ഓരോ കാലഘട്ടത്തിലും ഓരോ പിതാക്കന്മാരാണ്. നോക്കണേ, കെമിസ്ട്രി എന്ന വിഷയത്തിന് ശരിക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ പിതാക്കന്മാരാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പുരാതന കാലഘട്ടമുണ്ട്. ശരിക്കും കെമിസ്ട്രി എന്ന വിഷയത്തിന്റെ ഉത്ഭവം തന്നെ അറബ് രാഷ്ട്രങ്ങളാണ്. അപ്പം അങ്ങനെ അറബ് രാഷ്ട്രങ്ങൾ ഉത്ഭവിച്ചു വരുന്ന കെമിസ്ട്രിയെ അന്ന് വിളിച്ചിരുന്ന പേര് അൽക്കമി സയൻസ്. എന്താ വിളിപ്പേര്? അതിൽ ഒന്ന് നോക്കിക്കോണം. ഒന്നുകിൽ വിളിപ്പേര് അൽക്കമി സയൻസ് അല്ലെങ്കിൽ അൽക്കമി ശാസ്ത്രം. അൽക്കമി സയൻസ് അല്ലെങ്കിൽ വിളിപ്പേരെന്താ? അൽക്കമി ശാസ്ത്രം. മറന്നുപോലെ. അപ്പൊ അൽക്കമി സയൻസ് അല്ലെങ്കിൽ അൽക്കമി ശാസ്ത്രം എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളിൽ കെമിസ്ട്രി വിളിച്ചിരുന്ന പേരാണ്. അപ്പം ഇറ്റ് വാസ് ദി ഓൾഡസ്റ്റ് നെയിം ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രി എന്ന വിഷയത്തിന്റെ പഴയ പേരാണത് അൽക്കമി സയൻസ്. അൽക്കമി സയൻസിന്റെ പിതാവാരാ? സയന്റിസ്റ്റിന്റെ പേര് പരിഗണിച്ചേ, ഒരു അറബിയാണ്, ജാബിർ ഇബ്ൻ ഹയാൻ. എഴുതി മാറ്റ്, ഫാദർ ഓഫ് ദി അൽക്കമി സയൻസ്. അപ്പൊ അൽക്കമി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഓൾഡസ്റ്റ് നെയിം ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രി എന്ന വിഷയത്തിന്റെ പഴയ പേരാണ് അൽക്കമി. ശരിക്കും അറബ് രാഷ്ട്രങ്ങളിൽ അതിനെ വിളിച്ചിരുന്ന പേരാണ് പഴയ BC AD കാലഘട്ടങ്ങളിൽ. ശരിയല്ലേ? വീണ്ടും മുന്നോട്ട് പോയി കെമിസ്ട്രി എന്ന വിഷയത്തിന്റെ എന്താ പറയുക, കാലഘട്ടം മാറി, പുതിയ സയന്റിസ്റ്റുമാർ വന്നു, പുതിയ ഇൻസ്ട്രുമെന്റുകൾ വന്നു, കെമിസ്ട്രിക്ക് പുതിയ വിളിപ്പേര് കൊടുത്തു. പുതിയ വിളിപ്പേര് എന്താ? ക്ലാസിക്കൽ കെമിസ്ട്രി. എഴുതി മാറ്റുമോ? ഫാദർ ഓഫ് ക്ലാസിക്കൽ കെമിസ്ട്രി. ശരിക്കും ക്ലാസിക്കൽ കെമിസ്ട്രിയുടെ പിതാവാരാ? ഫാദർ ഓഫ് ക്ലാസിക്കൽ കെമിസ്ട്രി. മലയാളം ആവശ്യമുണ്ടോ? മലയാളത്തിൽ പുരാതന രസതന്ത്രമേ. മലയാളത്തിൽ വിളിപ്പേരെന്താ? പുരാതന രസതന്ത്രം. ആരാ പിതാവ്? റോബർട്ട് ബോയിൽ. ആരാ പിതാവ്? റോബർട്ട് ബോയിൽ. ടിക്ക് ചെയ്യോ? PQ 2015 വീഡിയോ, പഴയ വീഡിയോ കേട്ടോ. 2015 വീഡിയോ മറന്നുപോലെ. 2015 വീഡിയോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണേ. 2015 വീഡിയോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ. എഴുതി മാറ്റ്. ഫാദർ ഓഫ് ദി ക്ലാസിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ പുരാതന രസതന്ത്രത്തിന്റെ പിതാവാരാം? റോബർട്ട് ബോയിൽ. PQ 2015 വീഡിയോ. എഴുതി മാറ്റിയിട്ട് ചാറ്റ് ബോക്സ് ഇട്ടേക്കണേ. ഫാദർ ഓഫ് ദി ക്ലാസിക്കൽ കെമിസ്ട്രി പുരാതന രസതന്ത്രത്തിന്റെ പിതാവാരാം? റോബർട്ട് ബോയിൽ. 2015 വീഡിയോ. എഴുതി മാറ്റിയിട്ട് ചാറ്റ് ബോക്സ് ഇട്ടേക്കണേ. ക്ലാസിക്കൽ കെമിസ്ട്രി ഓക്കെ ആണോ? ഇങ്ങനെ മുന്നോട്ട് എഴുതിക്കോട്ടെ. അടുത്തത് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. എഴുതി വാ. ഫാദർ ഓഫ് ദി മോഡേൺ, അത് കെമിസ്ട്രിന്റെ പോയിന്റ് ആണ്, അഡീഷണൽ ചേർക്ക്. ഫാദർ ഓഫ് ദി മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. ഫാദർ ഓഫ് ദി മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവുണ്ടോ? ഫാദർ ഓഫ് ദി മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവിന് തായോ? അതാരാ? ആന്റോൺ ലാവൂസിയർ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആന്റോൺ ലാവൂസിയർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി വീണ്ടും മുന്നോട്ട് വരച്ചു പോകട്ടെ. അടുത്ത വരച്ചു പോകുമ്പോൾ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി മലയാളത്തിൽ കാർബണിക രസതന്ത്രം. ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി മലയാളത്തിൽ കാർബണിക രസതന്ത്രം. കാർബണിക രസതന്ത്രത്തിന്റെ പിതാവാണ് ഫ്രെഡറിക് കൂളർ.
ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി കാർബണിക് രസതന്ത്ര പിതാവാര ഫ്രെഡറിക് കൂളർ. ഓക്കെ, നോക്കിയല്ലേ? ഓക്കെ അല്ലേ? ഇനി വീണ്ടും മുന്നോട്ട് പോയി. അപ്പൊ നിങ്ങൾ കണ്ടു, അത് എഴുതേണ്ട ആവശ്യമില്ല. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രിന്റെ പിതാവാര PC റായ്, പ്രഫുല്ല ചന്ദ്ര റായ്. ഇന്ത്യൻ രസതന്ത്ര PC റായ്, അതും കുഴപ്പമില്ല. ഇനി അടുത്ത വീണ്ടും വന്നിട്ട് ലാസ്റ്റ് ഒരു പോയിന്റ്, ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഹരിത രസതന്ത്രം. പറഞ്ഞടേ, ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഹരിത രസതന്ത്രം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് അത്ര പ്രധാനം എന്ന് പറയാൻ കാരണം, റീസെന്റ് ഇറ്റ് വാസ് ആസ്ക്ഡ് ആസ് എ ക്വസ്റ്റ്യൻ ഇൻ കേരള PSC ഓൺ ജൂൺ 10, 2023 ജൂൺ 10 പരീക്ഷ. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഡിഗ്രിക്കാർക്ക്, ഡിഗ്രി സയൻസ് പഠിച്ചവർക്ക് എഴുതാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. 2023 ജൂൺ 10 പരീക്ഷ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. ചോദിച്ചു ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഹരിത രസതന്ത്ര പിതാവ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഹരിത രസതന്ത്ര പിതാവ്. കണ്ടോ ആൻസർ? ഗ്രീൻ കെമിസ്ട്രിന്റെ പിതാവ് പോൾ ടി അനസ്തസ്. അത് നോക്കി വെച്ചേക്കണം കേട്ടോ. റീസെന്റ് PQ ആണ്, ഏറ്റവും പുതിയ PQ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പഴയ ചോദ്യങ്ങൾ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പുതിയ ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 2020 ശേഷമുള്ള PUIക്കിനെ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് കുറെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു 2023 ജൂൺ 10 നടത്തിയൊരു പരീക്ഷയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. അവിടെ ചോദിച്ചു ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഹരിത രസതന്ത്രം പിതാവാര പോൾ ടി അനസ്തസ്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ എല്ലാ പോയിന്റും കിട്ടിയായിരുന്നോ? എന്തൊക്കെയത്? ഞാൻ ആറോളം കെമിസ്ട്രി പറഞ്ഞില്ലേ? ഒന്ന് കണ്ണടച്ച് മനസ്സിലാലോചിച്ചേ. ഒന്ന് ഫാദർ ഓഫ് അൽക്കമി സയൻസ്, അൽക്കമി ശാസ്ത്രത്തിന്റെ പിതാവാര ജാബിർ ഇബൻ ഹയ്യാൻ. ഒന്ന്. രണ്ട്, ഫാദർ ഓഫ് ക്ലാസിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ പുരാതന രസതന്ത്രം പിതാവാര റോബർട്ട് കോഹിൽ. രണ്ട്, അത് PYQ ആണ്, 2015 ആണ് നീങ്ങുന്നത്. മൂന്നാമത് ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, ആധുനിക രസതന്ത്രം പിതാവാര, ആധുനികം എന്ന് പറയുമ്പോൾ ആൻഡ്രൂ. ഇനി ഫാദർ ഓഫ് ദി ഓർഗാനിക് കെമിസ്ട്രി, അതായത് കാർബണിക് രസതന്ത്ര പിതാവാര ഫ്രെഡറിക് കൂളർ. ഇനി ഫാദർ ഓഫ് ദി ഇത് ഇന്ത്യൻ കെമിസ്ട്രി ആരാ? PC റായ്, പ്രഫുല്ല ചന്ദ്ര റായ്. ഫാദർ ഓഫ് ദി ഗ്രീൻ കെമിസ്ട്രി, ഹരിത രസതന്ത്രം PQ 2023 ജൂൺ 10 ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോൾ ടി അനസ്തസ്. കിട്ടിയോ? എന്താ വിളിപ്പേര്? പോൾ ടി അനസ്തസ്. നോക്കിയല്ലേ? ശരി. അത്ര എഴുതി മാറ്റിയായിരുന്നു. അടുത്ത പറഞ്ഞോട്ടെ ഞാൻ. നമ്മൾ എവിടുന്നാ PC റായി നമ്മൾ മുന്നോട്ട് പോയത്. പോൾ ടി അനസ്തസ് വരെ ഓക്കെയാണോ? പോൾ ടി അനസ്തസ് വരെ ഓക്കെയാണോ? ഓക്കെ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നതാ നമുക്ക് ജഗദീഷ് ചന്ദ്ര ബോസ്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ശരി. അടുത്ത മുന്നോട്ട് പോകുന്നത് ആ ബോർഡിലേക്ക് നോക്കി, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. നോക്കൂ, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ബോർഡിലേക്ക് നോക്കി, സയൻസിന്റെ പേരെന്താ? ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ഹി ഇൻവെന്റഡ് ക്രിസ്കോഗ്രാഫ് ഫോർ മെഷറിംഗ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ്. ചെടികളുടെ ഗ്രോത്തിനെ കുറിച്ച് അറിയാൻ, ചെടികളുടെ വളർച്ചയെ കുറിച്ച് അറിയാൻ എന്ത് കണ്ടുപിടിച്ചു? ക്രിസ്കോഗ്രാഫ് കണ്ടുപിടിച്ചു. അപ്പോൾ ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ്, ഹി വാസ് ഇൻവെന്റഡ് ക്രിസ്കോഗ്രാഫ് ഫോർ മെഷറിംഗ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ്. ചെടികളുടെ വളർച്ച മനസ്സിലാക്കാൻ ക്രിസ്കോഗ്രാഫ് കണ്ടുപിടിച്ചു. അതുപോലെ സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്നല്ലേ? എന്താണ്? സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ട് എന്ന് തെളിയിച്ചു. അപ്പോൾ സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടോ എന്ന് തെളിയിച്ചു ആരാണ്? JC ബോസ് അല്ലെങ്കിൽ ജഗദീഷ് ചന്ദ്ര ബോസ്. അതുപോലെ തന്നെ നോക്കൂ, അദ്ദേഹത്തിന്റെ ബുക്സുകളുടെ പേരെന്താ? ദി നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ്. കണ്ടോ? പ്ലാന്റ്സുകൾക്കും നെർവസ് മെക്കാനിസം വർക്ക് ചെയ്തു തെളിയിച്ചു. അതാണ് ദി നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ്. അതുപോലെ തന്നെ അടുത്ത വായിച്ചു നോക്കുക, റെസ്പോൺസ് ഇൻ ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ലിവിങ്ങിന്റെയും നോൺ ലിവിങ്ങിന്റെയും റെസ്പോൺസ്. നോക്കൂ, റെസ്പോൺസ് ഇൻ ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ലിവിങ്ങിന്റെയും നോൺ ലിവിങ്ങിന്റെയും റെസ്പോൺസിനെ കുറിച്ചുള്ള ബുക്ക്. ആ ബുക്കിന്റെ പേരാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്സുകളുടെ പേരെന്താ? ദി നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ്, അതുപോലെ റെസ്പോൺസ് ഇൻ ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ഈ ബുക്സും അദ്ദേഹത്തിന്റെയാണ്. ആരുടെ? ജഗദീഷ് ചന്ദ്ര ബോസ്. അപ്പൊ നെർവസ് മെക്കാനിസം ഓഫ് പ്ലാന്റ്സ് വാസ് എ ബുക്ക് റിട്ടൺ ബൈ ജഗദീഷ് ചന്ദ്ര ബോസ്. അതുപോലെ റെസ്പോൺസ് ഇൻ ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ലിവിങ്ങിന്റെയും നോൺ ലിവിങ്ങിന്റെയും റെസ്പോൺസിന്റെ വ്യത്യാസങ്ങളെ കുറിച്ച് പഠിച്ച ഒരു ബുക്കാണ് റെസ്പോൺസ് ഇൻ ദി ലിവിങ് ആൻഡ് നോൺ ലിവിങ്. ബോത്ത് ആർ ദി ബുക്സ് ബൈ ജഗദീഷ് ചന്ദ്ര ബോസ്. അടുത്ത വായിച്ചു നോക്കിയാണെ, വെങ്കിട്ടരാമൻ രാമകൃഷ്ണനാണ്.
വെങ്കിട്ടരാമ രാമകൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്താ അത്? രസം. നോക്ക്, രസതന്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശം. നോക്കണേ, രസതന്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യ ഇന്ത്യൻ സ്വദേശിയാണ്. പക്ഷെ ഇപ്പൊ ഇന്ത്യയിലല്ല, അമേരിക്കയിലെ നാസയിൽ എക്സ്പെരിമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒറിജിൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയിലെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പൊതുവായ തത്വമാണ്. ഇന്ത്യയിലുള്ള കഴിവുള്ള എല്ലാ സയന്റിസ്റ്റുമാരെയും അമേരിക്ക, റഷ്യയൊക്കെ അടിച്ചുകൊണ്ട്, റഷ്യ കുഴപ്പമില്ല, അമേരിക്കയാണ് പ്രശ്നം. ചൈനയും കുഴപ്പമാണ്, എന്നാൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പൊ ഇന്ത്യയിലെ കഴിവുള്ള എല്ലാ സയന്റിസ്റ്റുമാരെയും അമേരിക്ക എടുത്തുകൊണ്ട് പോകും. അമേരിക്ക കൊണ്ടുപോയിട്ട് അവർക്ക് അന്യായമായിട്ടുള്ള ഓഫറുകൾ സപ്പോർട്ട് ചെയ്യും. ഒരു മാസം 5 ലക്ഷം രൂപ ശമ്പളം, ഭയങ്കര വീട്, കാറ്, സെക്യൂരിറ്റി, അതുപോലെ തന്നെ അവിടുത്തെ പൗരത്വം എടുത്തു കൊടുക്കും. സി ജനങ്ങൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് പോകാത്തവരുണ്ട്, പോകുന്നവരുണ്ട്. അപ്പൊ എനിവേ പോകുന്നവരാണ് കൂടുതൽ. അപ്പൊ ഇതിനെതിരെ സർക്കാർ ഇവിടെ പോളിസികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ കുറെയൊക്കെ വിജയമാണ്, കുറെയൊക്കെ ഫെയിലുകളാണ്. അപ്പൊ നോക്കൂ, രസതന്ത്രത്തിൽ ആദ്യമായി നോബൽ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനാണ് ഇത് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. നിലവിൽ ഇന്ത്യൻ പൗരനല്ല, ഇന്ത്യൻ വംശജനാണ്, അമേരിക്കൻ പൗരനാണ്. 2009 അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹം ശരിക്കും നോബൽ സമ്മാനം കിട്ടിയ കൺസെപ്റ്റ് എന്താ, അത് ചോദ്യമാണ് കേട്ടോ. വെങ്കിട്ടരാമ രാമകൃഷ്ണന് 2009 നോബൽ സമ്മാനം കിട്ടിയത് എന്തിനു വേണ്ടിയാണ്? ഫോർ സ്റ്റഡി അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ദി റൈബോസോം. റൈബോസോമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചതിനാണ്. സ്റ്റഡി അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ദി റൈബോസോം, റൈബോസോമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചതിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് 2009. അപ്പോൾ രസതന്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനാരാ? അത് വെങ്കിട്ടരാമ രാമകൃഷ്ണനാണ്. എപ്പോഴാണ്? 2009 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അടുത്ത വായിച്ചു നോക്ക്, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തിയാണ് ആര്? വെങ്കിട്ടരാമ രാമകൃഷ്ണൻ. അപ്പോൾ നോക്കണേ, രസതന്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ വംശജനാരാ? വെങ്കിട്ടരാമ രാമകൃഷ്ണൻ 2009. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ആരാ? വെങ്കിട്ടരാമ രാമകൃഷ്ണൻ. 2 പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ രസതന്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യൻ വംശജൻ 2009 വെങ്കിട്ടരാമ രാമകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച് നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി വെങ്കിട്ടരാമ രാമകൃഷ്ണൻ. അതുപോലെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് എന്തിനു വേണ്ടി കിട്ടിയത്? ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ദി സ്റ്റഡീസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് റൈബോസോം. ശരിയല്ലേ? റൈബോസോമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലേ? അപ്പൊ ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ദി സ്റ്റഡീസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് റൈബോസോം. നോക്കണേ, റൈബോസോമിന്റെ എന്താണ്? റൈബോസോമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഫങ്ഷനെ കുറിച്ചും പഠനങ്ങൾ നടത്തിയല്ലേ? റൈബോസോമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഫങ്ഷനുകളെ കുറിച്ചും പഠനം നടത്തി നോബൽ സമ്മാനം കിട്ടിയ ആർക്കത്? വെങ്കിട്ടരാമ രാമകൃഷ്ണൻ. പിന്നെയുള്ള സലീം അലിയാണ്. സലീം അലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഹി വാസ് ദി ഓൺലി സയന്റിസ്റ്റ് ടു കണ്ടക്ട് എ സയന്റിഫിക് സ്റ്റഡി അബൌട്ട് ബേർഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബേഡ്സുകളെ കുറിച്ച് ഒരു ശാസ്ത്രീയ പഠനം നടത്തിയ സയന്റിസ്റ്റാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴേ ആദ്യ പോയിന്റ് ഇതാണ്, ഹി വാസ് നോൺ എസ് ദി ബേഡ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ബേഡ് മാൻ എന്നറിയപ്പെടുന്നു. ആരാത്? വിളിപ്പേരെന്താ? സലീം അലി എന്നാണ് വിളിപ്പേര്. ഹി വാസ് നോൺ എസ് ദി ബേഡ് മാൻ ഓഫ് ഇന്ത്യ. മറന്നുപോലെ, ഹി വാസ് നോൺ എസ് ദി ബേഡ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ബേഡ് മാൻ എന്നറിയപ്പെടുന്നു ആരാ? സലീം അലി. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിന്റെ പേരെന്താ? ദി ഫാൾ ഓഫ് എ സ്പാരോ. ചോദ്യമാണ്, പഴയ LDCന്റെ PQ ആണ്. പഴയ LDC ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സലീം അലി നോൺ ആസ് ദി ബേഡ്മാൻ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിനെ ബേഡ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിന്റെ പേരെന്താ? ഫാൾ ഓഫ് എ സ്പാരോ. എന്താ വിളിപ്പേര്? ഫാൾ ഓഫ് എ സ്പാരോ. ഹിസ് ഓട്ടോബയോഗ്രഫി ഈസ് കോൾഡ് ഫാൾ ഓഫ് എ സ്പാരോ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിന്റെ പേരെന്താ? ഫാൾ ഓഫ് എ സ്പാരോ. അപ്പോൾ സലീം അലി എന്ന് വെച്ചാൽ ബേഡ്മാൻ ഓഫ് ഇന്ത്യ. ഓട്ടോബയോഗ്രഫിന്റെ പേരെന്താ? ഫാൾ ഓഫ് എ സ്പാരോ. ഓട്ടോബയോഗ്രഫിന്റെ പേര് ഫാൾ ഓഫ് എ സ്പാരോ ആണ്. കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷികളുടെ ശാസ്ത്രീയ സർവേ, അവരുടെ പ്രസൻസിനെ പറ്റി ശാസ്ത്രീയമായി സർവേ നടത്തി. ഫസ്റ്റ് സയന്റിസ്റ്റ് ടു ക്യാരി ഔട്ട് സിസ്റ്റമാറ്റിക് ബേർഡ് സർവേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ബേർഡ് സർവേ നടത്തി, അല്ലെങ്കിൽ മലയാളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പക്ഷികളുടെ ശാസ്ത്രീയ സർവേ നടത്തിയ വ്യക്തിയാണ് ആര്? ഇദ്ദേഹം. അപ്പോൾ ഫസ്റ്റ് സയന്റിസ്റ്റ് നോക്കണേ, ഫസ്റ്റ് സയന്റിസ്റ്റ് ടു ക്യാരി ഔട്ട് സിസ്റ്റമാറ്റിക് ബേർഡ് സർവേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി, എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായി പക്ഷികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പക്ഷികളെ കുറിച്ചൊരു ബേർഡ് സർവേ. അപ്പോൾ ഫസ്റ്റ് സയന്റിസ്റ്റ് ടു ക്യാരി ഔട്ട് സിസ്റ്റമാറ്റിക് ബേർഡ് സർവേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി പക്ഷികൾക്ക് വേണ്ടി ഒരു ബേർഡ് സർവേ കണ്ടക്ട് ചെയ്ത വ്യക്തിയാണ് സലീം അലി.
അദ്ദേഹത്തിന്റെ പേരിലൊരു സെന്ററൊക്കെ ഉള്ളു തമിഴ്നാട്ടിൽ. സലീം അലി സെന്റർ ഫോർ ഓർണത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി തമിഴ്നാട്ടിലാണ്. നോക്കും, സലീം അലി സെന്റർ ഫോർ ഓർണത്തോളജി. നേരത്തെ ജോഗ്രഫിയിൽ സ്ഥിരമായിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു, ഇപ്പൊ ചോദിച്ചു കാണുന്നില്ല. നേരത്തെ ചോദിക്കുമായിരുന്നു സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സെന്റർ തമിഴ്നാട്ടിലാണ്. കേട്ടുപോലെ തമിഴ്നാട്ടിലാണ് സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി തമിഴ്നാട്ടിൽ. ഓക്കെ അല്ലേ? റൈറ്റ്. ലാസ്റ്റ് ഒരാളെ കൂടെ പഠിച്ചു നിർത്താം. നോക്കൂ, ശാന്തി സ്വരൂപ് ഭട്നാഗർ നമ്മൾ പഠിപ്പിച്ചാണ് അദ്ദേഹത്തെ പറ്റി. എന്താ പേര്? ശാന്തി സ്വരൂപ് ഭട്നാഗർ എന്നൊരു പേഴ്സണാലിറ്റി ആണ്. ഓർക്കുന്നുണ്ട് പഠിപ്പിച്ചത്. ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ദി CSIR. CSIR രൂപീകരിച്ച വർഷം ചാറ്റ് ബോക്സിൽ ആൻസർ. CSIR എസ്റ്റാബ്ലിഷ്ഡ് ഇയർ. CSIR രൂപീകരിച്ച വർഷം പറയൂ. ചാറ്റ് ബോക്സിൽ ആൻസർ ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ആൻസറിന് തായോ CSIR രൂപീകരിച്ച വർഷം. ചാറ്റ് ബോക്സിൽ ആൻസർ ഉണ്ടായിരുന്നോ? CSIR രൂപീകരിച്ച വർഷം ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. CSIR രൂപീകരിച്ച വർഷം ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. CSIR രൂപീകരിച്ച വർഷം 1942. ശരിയല്ലേ? 1942. 1940 മറന്നുപോകല്ലേ? 1942 ഇന്ത്യയിൽ CSIR രൂപീകരിച്ചു. ശരിയല്ലേ? അപ്പോൾ CSIRന്റെ ഫൗണ്ടർ ആരാ? ശാന്തി സ്വരൂപ് ഭട്നാഗർ വാസ് ദി ഫൗണ്ടർ ഓഫ് CSIR. CSIR രൂപീകരിച്ച വർഷം എപ്പോഴാ? 1942. CSIRനെ കുറിച്ച് പഠിപ്പിച്ചു. എന്താ എക്സ്പാൻഷൻ? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഓൾസോ ഹി വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. നോക്കണേ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ UGC ഒരു ആദ്യ ചെയർമാനാണ്. ശാന്തി സ്വരൂപ് ഭട്നാഗർ വാസ് ദി ഫൗണ്ടർ ഓഫ് CSIR. CSIR വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1942. ഓൾസോ ശാന്തി സ്വരൂപ് ഭട്നാഗർ വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് UGC. UGC ഒരു ആദ്യ ചെയർമാനാണ്. കിട്ടിയായിരുന്നു. അപ്പോൾ ശാന്തി സ്വരൂപ് ഭട്നാഗർ വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് UGC. UGC ഒരു ആദ്യ ചെയർമാനെ കിട്ടിയോ? UGC ഒരു ആദ്യ ചെയർമാൻ. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ഓഫ് UGC. UGCയുടെ ആദ്യ ചെയർമാനാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ. ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗർ വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് UGC. കിട്ടിയായിരുന്നോ? വീണ്ടും മുന്നോട്ട് പോയി. അടുത്ത നമ്മൾ നേരത്തെ കണ്ടു ടെസി തോമസ് ആണ്. എന്താ ടെസി തോമസ്? ഷീ വാസ് നോൺ ആസ് ദി മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നു. ശരിയല്ലേ? അതുപോലെ ഓൾസോ നോൺ ആസ് ദി അഗ്നിപുത്രി. അഗ്നിപുത്രി എന്നറിയപ്പെടുന്നു. ഓൾസോ ഷീ വാസ് ദി പ്രൊജക്ട് ഡയറക്ടർ ഓഫ് അഗ്നി 4 ഓഫ് DRDO. ശരിയല്ലേ? DRDO അല്ലെങ്കിൽ അഗ്നി 4ന്റെ പ്രൊജക്ട് ഡയറക്ടർ. അപ്പൊ ടെസി തോമസ് ആണ് നോൺ ആസ് ദി മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഓൾസോ നോൺ ആസ് ദി അഗ്നിപുത്രി. അഗ്നിപുത്രി എന്നറിയപ്പെടുന്നു. ഓൾസോ ദി ഫോർമർ പ്രൊജക്ട് ഡയറക്ടർ ഓഫ് അഗ്നി 4 DRDO. DRDOന്റെ പ്രൊജക്ട് ഡയറക്ടറാണ്. അപ്പോൾ ടെസി തോമസ് നോൺ ആസ് ദി മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്. അതുപോലെ ഓൾസോ നോൺ ആസ് ദി അഗ്നിപുത്രി. അഗ്നിപുത്രി എന്നറിയപ്പെടുന്നു ടെസി തോമസ്. ഓൾസോ നോൺ ആസ് ദി ഫോർമർ പ്രൊജക്ട് ഡയറക്ടർ ഓഫ് അഗ്നി 4. അഗ്നി 4ന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ആര്? ടെസി തോമസ്. ഇല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളെ ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ടുവരൂ. അത്രയും കാര്യങ്ങളൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ടുവരൂ. നോക്കിയില്ലേ? ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് ഇട്ടേക്കുക. ഞാൻ പോസ് ചെയ്യാം. വേറെ സംശയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, അത്രയും നോക്കണം. ഓക്കെ, താങ്ക് യു.